ഞാൻ അനിയപ്പൻ. സമരം യാത്രയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ചിന്തിച്ചിട്ടുണ്ടോ? 45 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് കൽപ്പന ഇന്റർനാഷണൽ ബ്യൂട്ടി ആൻഡ് സ്പാ. സൗന്ദര്യത്തിന്റെ അവസാന വാക്ക് അതെങ്ങനെ ഹോസ്പിറ്റാലിറ്റിക്ക് കൊണ്ടുവരാം? ഒരു അത്ഭുതമാണ്. നമുക്ക് ആ വിശേഷങ്ങൾ അറിയണ്ടേ? സ്വാഗതം ചെയ്യാം മിസ്സിസ് എലിസബത്ത് ചാക്കോ സമരം. ശരിക്കും സ്വദേശം എവിടെയാണ്? തിരുവല്ലയാണ്. തിരുവല്ല എവിടെ? തിരുവല്ല തന്നെ. അതെ. ഹസ്ബൻഡിന്റെ പേര്? എന്റെ ഹസ്ബൻഡിന്റെ ഇപ്പോഴത്തെ പേര് VK വർഗീസ്. അപ്പൊ ഈ എലിസബത്ത് ചാക്കോ ഞാൻ സെക്കൻഡ് മാരേജ് ചെയ്തത്. ഫസ്റ്റ് ഹസ്ബൻഡ് ഡോക്ടറായിരുന്നു യുകെയില്. ഇപ്പൊ ഹി ഡൈഡ്. ഇപ്പൊ തിരുവല്ലയിൽ നമുക്ക് ആരൊക്കെ ഉണ്ട്? ഇപ്പൊ ഞങ്ങളുടെ വീട് തിരുവല്ലയിലാണെങ്കിലും ഞങ്ങൾ മൈഗ്രേറ്റഡ് ടു ഡൽഹി. എന്റെ ഫാദർ റെയിൽവേസിലെ ഒരു വലിയൊരാളായിരുന്നു. So he was next to the minister. He was a person and ഞങ്ങള് അവിടെ ജീവിച്ചത്, പഠിച്ചൊക്കെ അവിടെയാണ്. ഞങ്ങളുടെ ഫാമിലി വീടെല്ലാം വിറ്റു, എല്ലാം വിറ്റായിരുന്നു. എന്റെ മദറും തിരുവല്ലയാണ്. ഞങ്ങളൊരു ഫേമസ് ഫാമിലിയാണ്, കോഴിമണ്ണിൽ ആൻഡ് കോ. ഉണ്ട്. എന്റെ അമ്മയുടെ ഇവിടെ ഒക്കെ ഉണ്ട്, കൾച്ചറൽ റിലേഷൻസ് ഒക്കെ ഉണ്ട്. എന്താണ് ഈ ഇത്രയും മനോഹരമായ ഒരു സംഭവത്തിൽ കിടക്കാൻ, അതായത് ബ്യൂട്ടി മനസ്സിലുള്ളൊരു മോഹമായിരുന്നു ഇങ്ങനൊരു സംഭവത്തോടെ? ഇല്ല, ഞാൻ ഡോക്ടറാണ് ആഗ്രഹിച്ചത്. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. മെഡിസിൻ വേണ്ടിയുള്ള എല്ലാം ബേസ് എല്ലാം ചെയ്ത് പ്രീ മെഡിസിൻ വരെ ചെയ്തു. പക്ഷേ എനിക്ക് ഒരു അഡ്മിഷൻ ഹൈദരാബാദിലായിരുന്നു കിട്ടിയത്. അത് എൻ്റെ ഫാദറിനെ വിട്ടില്ല. അതിന് പകരം ഞാൻ ഡൈവേർട്ടഡ് ടു സയൻസ് ആർട്സ് സബ്ജക്റ്റ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ഞാൻ എക്കണോമിക്സ് ഓണേഴ്സിന് പോയി ഡൽഹി യൂണിവേഴ്സിറ്റി. ജീസസ് മേരി കോളേജ്, ഒരു ഫേമസ് കോളേജ് അത്. അവിടെ ഞാൻ മേനകാ ഗാന്ധി ഇവരൊക്കെ ആ കോളേജാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് ഡിഡ് BA എക്കണോമിക്സ് ഓണേഴ്സ്. പക്ഷെ എന്നാൽ എൻ്റെ ബേസിക് എൻ്റെ ഇഷ്ടം എപ്പോഴും ഒരു സയൻസാണ് ഒരു. അപ്പോൾ അത് ക്ലോസസ്റ്റ് ടു ദാറ്റ് ആഫ്റ്റർ മൈ BA ഓണേഴ്സ് ഐ തോട്ട് എനിക്കൊരു സയൻസിൻ്റെ ഒരു ആ ഇൻക്ലിനേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ സ്കിന്ന് സ്പെഷ്യലൈസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണ് ബ്യൂട്ടി ഫീൽഡിലോട്ട് കടന്നു വന്നത്. ഈ 45 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ജനിച്ചിട്ടില്ല. ആ സമയത്ത് ബ്യൂട്ടി പാർലർ എറണാകുളത്ത് കൊണ്ടുവരും. അന്നൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ഡൽഹിയിലാണ് ചെയ്തത്. പിന്നെ ആഫ്റ്റർ മൈ മാരേജ് കെയിം ടു കൊച്ചിൻ. എന്നിട്ട് ബിഫോർ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് എ പാർലർ ഇൻ കനോട്ട് പ്ലേസ് ഇൻ ഡൽഹി. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ട് കൊച്ചി വന്നല്ലോ. കൊച്ചി വന്നപ്പം എന്താ ചെയ്യേണ്ടത്? You have to. First, I came to Chennai. I must tell you, I came to Chennai first. Chennai, I started a beauty parlor. That also the first parlor of Chennai. Can you imagine? Now, 45 years back, first parlor of Chennai, I started Kalpana. Then I went to do another, a hotel, a parlor. When I got transferred from Chennai to Cochin. Cochin, I want to start my own parlor. Upon I wouldn't. ശ്രീവിദ്യ ആയിരുന്നു എൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. ശ്രീവിദ്യ പുള്ളി അവന്നെ ഓപ്പൺ ചെയ്ത് എൻ്റെ പുള്ളി സ്റ്റേ വിത്ത് മീ ഓൾ ദാറ്റ്. ഞങ്ങൾ വലിയ പ്രൂഹോൾസ് ആയിരുന്നു. അങ്ങനെ എറണാകുളത്ത് പാർലേഴ്സ് ഓപ്പൺ ചെയ്തു. പക്ഷെ ഓപ്പൺ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു, എറണാകുളത്ത് കയറുന്ന പാർലർ കയറത്തില്ല, അത് ഡൂയിങ് എ റോങ് തിങ്, ഇവിടെ നമ്മുടെ റൺ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും എൻ്റെ കോൺഫിഡൻസ് വാസ് സോ മച്ച് ദാറ്റ് ഞാൻ പറഞ്ഞു നോക്കട്ടെ, എന്തായാലും എനിക്ക് എൻ്റെ പ്രൊഫഷൻ അതാ, എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ഞങ്ങൾ എല്ലാവരും വിളിച്ചു, VIP എല്ലാവരും വിളിച്ചു. ഫുൾ ക്രൗഡ് വന്നു. ഫസ്റ്റ് ഡേ മുതൽ എൻ്റെ പാലിൽ ദൈവം സഹായിച്ച് നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രമല്ല, എറണാകുളത്തിലാണ് അവിടെ ബ്യൂട്ടീഷ്യൻസും ഇല്ല, ബ്യൂട്ടി പഠിച്ചവരും ഇല്ല, ആരും. ഞാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഒരു പാവപ്പെട്ട 4 പെൺപിള്ളേരെ എടുത്തു. അതായത് ഈ ഫിഷർ ഫോക്സ് എടുത്തത് കേട്ടോ. അപ്പോൾ അവർ പാവപ്പെട്ട നല്ല പിള്ളേർ, അവരെടുത്ത് ചൂസ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി. സ്ലോലി ട്രെയിൻ ചെയ്യാമല്ലോ. അങ്ങനെ അവർക്ക് ട്രെയിൻ അവർക്കൊന്നും കണ്ടുപോലില്ല. അവരിങ്ങനെ വെള്ളം കൊണ്ടുത്തരും, അവളൊന്ന് ക്ലീൻ ചെയ്യും, ഇവിടെ ക്ലീൻ ചെയ്യും. പക്ഷെ മെയിൻ വർക്ക് ഞാൻ 4 വർഷം ഞാൻ തന്നെ എല്ലാ മെയിൻ വർക്കും അവിടെ ഇവിടോടും 10-12 മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പ് ആയിരിക്കും ഒരു സൺഡേ ഒക്കെ കിട്ടുന്നത്. എല്ലാം ഞാൻ തന്നെ. എൻ്റെ ഡേ എൻ്റെ കൈയൊക്കെ വിറയ്ക്കും പണി ചെയ്തിനോ. അങ്ങനെ എന്നാലും ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. പ്ലഷർ ആയിരുന്നു. എല്ലാ ഫിലിം സ്റ്റാർസും
പിന്നെ അല്ലാത്ത കസ്റ്റമേഴ്സും വന്ന് എല്ലാവരും വന്ന് പിന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാ പോയത്. അപ്പൊ അവർക്കൊരു പുതുമയാണല്ലോ. അപ്പൊ ഈ വയനാട് എക്സ്പ്രസ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രം, കോട്ടയം, എറണാകുളം അതിലേക്ക് വരും മനുഷ്യർക്കും. ട്രിവാൻഡ്രം പോലെ ആൾക്കാർ വരും, അപ്പൊ ആളുടെ വരും. അപ്പം അവർ രാവിലെ വന്നാൽ വൈകിട്ട് പണിക്ക് പോകുന്നത്. അപ്പൊ അവർക്കുള്ള ഫുഡ് വരെ ഞാൻ അറേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ആദ്യ കാലത്തൊക്കെ. പിന്നെ ഒരു 4 വർഷം മുമ്പത്തേക്ക് മൈ ഗോഷ് ടു മച്ച് വർക്ക് എന്ന് വിചാരിച്ച് ഞാൻ ഫ്രം ഡൽഹി ഐ വിൽ ഗെറ്റ് ചൈനീസ് ഗേൾസ് ഇൻ കാൽക്കട്ട. അപ്പൊ ഞങ്ങൾ ഹോളുള്ള ചൈനീസ് ഗേൾസിനെ കൽപ്പന കൊണ്ടുവന്നു. അവർക്ക് വീടൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞാണ് എനിക്കൊരു റിലാക്സേഷൻ വന്നത്. അപ്പൊ അവരും എല്ലാം ട്രെയിൻഡ് ആൾക്കാരാണ്. അപ്പം നല്ലതായിട്ടൊക്കെ പാലിന് നല്ല പേരും കിട്ടി, ഒരുപാട് കസ്റ്റമേഴ്സിനെ എടുക്കാൻ പറ്റി. അങ്ങനെ കുറേ നാളങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനദർ ബ്രാഞ്ച് ഇൻ ദ നേവൽ ബേസ്, കൊച്ചി നേവി 100 years അവർക്കൊരു പാളില്ലായിരുന്നു. അപ്പം നേവിക്കാരെല്ലാം കൂടെ പാളില വരുന്നത്. അപ്പം അവിടുത്തെ അഡ്മിറൽ വൈഫായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളൊരു സ്ഥലം ഉണ്ടാക്കിത്തരാം, അവിടെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഗ്യാസിന്റെ സുഖം അവിടെ വലിയൊരു ഇതുണ്ട്, ഹാളുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് വേക്കേറ്റ് ചെയ്ത് അവരെനിക്ക് പാളൊക്കെ ആക്കി തന്നു. സോ ഫസ്റ്റ് പാള് ബ്രാഞ്ചായിട്ട് നേവൽ ബേസ് തുടങ്ങി. അപ്പം മോർ സ്റ്റാഫിനെ വരുത്തി. നല്ല ഇതായിരുന്നു. പിന്നെ കുറെ ഫാഷൻ ഷോ ഓർഗനൈസ് ചെയ്തു. ഫാഷൻ ഷോ അന്നത്തെ കാലത്ത് ബോംബെ ഡൈങ് ഫാഷൻ ഷോ, വിമൽ ഫാഷൻ ഷോ എല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്തു. അതൊക്കെ ന്യൂ തിങ് ആ ഫോർ കൊച്ചിനോ. ഫ്ലവർ ഷോക്കൊക്കെ കൽപ്പനയുടെ ബ്യൂട്ടി ഫാഷൻ ഷോ ഒക്കെ ആയിരുന്നു. പിന്നെ മിസ് കൽപ്പന ചൂസ് ചെയ്യാൻ ഓരോരുത്തരുടെയും ഫ്ലവർ ക്വീൻ ഒക്കെ നല്ലൊരു രീതി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് വെഡിങ് ഈ എറണാകുളത്ത് കിട്ടുന്ന ജമന്തി പൂവും മുല്ലപ്പൂ കിട്ടത്തില്ലായിരുന്നു. ഒരു പൂവും ഒരു ബൊക്കെ ഉണ്ടാക്കാൻ പൂവില്ല ഇവിടെ. അപ്പൊ എല്ലാവരും വീട്ടിൽ പോയി നമ്മൾ ബെഗ് ചെയ്യും, ഒരു റോസ് തരാമോ, ഗേൾസിനെ വിടും. കുറച്ച് റോസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന ബൊക്കെ ഉണ്ടാക്കും നൈറ്റിലൊക്കെ. അതായിരുന്നു അന്നത്തെ ബൊക്കെ. പിന്നെ ഉണ്ടല്ലോ ബാംഗ്ലൂരിൽ ഞാൻ ഫ്ലവേഴ്സ് വരുത്തി എല്ലാ ഒക്കേഷനും, അതായത് ഡെത്തിന്, ആനിവേഴ്സറിക്ക്, ബർത്ത്ഡേക്ക്, ബ്യൂട്ടി പാർലറിലെ ബൊക്കയ്ക്ക് എല്ലാത്തിനും എല്ലാ ദിവസവും കൊട്ടയിലെ ഫ്ലവേഴ്സ് വരും ഫ്രം ബാംഗ്ലൂർ. ഒരു ബസ് വരും. ഞങ്ങളുടെ ഗേൾസിനും കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ അറിഞ്ഞു വെക്കും, ഫ്ലവേഴ്സ് സെല് ചെയ്യും, ബൊക്കേസ് ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ചേർച്ച് ഡെക്കറേഷൻ ഞാൻ തന്നെ ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റേജ് ഡെക്കറേഷന്, പിന്നെ ഹോൾ ഡെക്കറേഷന്, ഇതെല്ലാം ഞാൻ തന്നെ. കാർ ഡെക്കറേഷൻ ഇതെല്ലാം തന്നെ. അപ്പം നിങ്ങൾ പുറത്ത് നോക്കി, ഇപ്പോഴത്തെ കാലത്ത് ഇവന്റ് മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പുണ്ട്. അന്ന് ഞാൻ മാത്രം ഞാനാണ് ഇവന്റ് മാനേജ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ആരും ചെയ്തില്ല. That is the first event management by me alone. ഇപ്പം ഇവന്റ് മാനേജർ പ്ലെന്റിയാ ആണല്ലോ. അപ്പൊ അങ്ങനെ കുറെ കാലം പോയി കേട്ടോ. ഇവിടെ ഒരു സംശയം നിൽക്കുന്നത്, ഈ കൽപ്പന എന്നുള്ള പേര് എങ്ങനെയാണ്? കൽപ്പന വെച്ചാൽ ഞാൻ ഡൽഹി വളർന്നുകൊണ്ട്, ഇത് ഡൽഹി ഒരു പേരാണ് കൽപ്പന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെക്കുന്നത്. കൽപ്പന വെച്ചാൽ ഇറ്റ്സ് ഓർഡർ എന്നുള്ള വർക്കാണ്. ഒരു ദാറ്റ്സ് എ നെയിം ഗിവൺ ടു സം ഇൻസ്റ്റിറ്റ്യൂഷൻ, സം ദിസ് തിങ്. അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പേരാണ്. ഐ ഡോ വൈഫ് ആൻഡ് സിസ്റ്റർ ഇസ് മൈ ഫ്രണ്ട്. ഷീ കംസ് സ്റ്റേസ് വിത്ത് മീ. സോ ഹീ കംസ് ടു ഗുരുവായൂർ എവറി ഇയർ. അപ്പോൾ അയാൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഉണ്ണാൻ വന്നിട്ട് പാലിനെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ 5 star ഹോട്ടൽ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്, ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ചോദിച്ചു. ഒന്ന് ഊട്ടിയിൽ, ഒന്ന് മൈസൂർ. സോ ആക്സെപ്റ്റഡ് ദ ഓഫർ. സോ ഐ വിൽ സ്റ്റാർട്ടഡ് ബോത്ത് ദ ഹോട്ടൽസ്, 5 star ഹോട്ടൽസ്. പാർലർ സ്റ്റാർട്ട് ഊട്ടി പാർലേഴ്സ് 28 years ഞാൻ റൺ ചെയ്തു. പിന്നെ ഞാനും മിഥുൻ ചക്രവർത്തി ഇല്ലേ കൂടെയാണ് അത് ചെയ്തത്. അപ്പം അവിടെയുണ്ടല്ലോ ബോംബെ ഫുൾ ഫിലിം ഗ്രൂപ്പ് വരുന്ന അവിടെയാണ് ഷൂട്ടിങ് വരും. അപ്പൊ അവരെല്ലാം എൻ്റെ പാൽ വിടും. സോ ഐ എം ഇൻ ടച്ച് വിത്ത് ഓൾ ദ ഫേമസ് ഫിലിം പേഴ്സണാലിറ്റീസ് ദേ. അപ്പൊ വളരെ ക്ലോസ് എല്ലാവരും ഉണ്ട് കേട്ടോ അതിനകത്ത്. സോ വി ഹാഡ് എ വെരി നൈസ് സെറ്റപ്പ് ദാറ്റ് വേ. അപ്പം മൈസൂർ, ഊട്ടി, കേരളത്തില് പിന്നെ ബ്രാഞ്ചസ് ആയിക്കൊണ്ടിരുന്നു. ദുബായിലൊരു ഓഫർ വന്ന ദുബായിലെ ഓഫർ ഇറ്റ് വാസ് വെരി നൈസ്. 2 പാർലേഴ്സ് അറ്റ് സെയിം ടൈം സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പിള്ളേരുടെ അമ്മമാരൊന്ന് പറയും, എൻ്റെ മോളെ കെട്ടിക്കാൻ പറ്റിയില്ല, അവിടെ മുഖത്ത് മുടി മീശ വന്നപ്പോൾ ചെക്കൻ പറഞ്ഞ മീശ ഉണ്ട് കേട്ടോ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേർക്കുണ്ടായിരുന്ന പ്രശ്നം. അമേരിക്കയിൽ പോയിട്ട് ഞാൻ ഇലക്ട്രോളിസിസ്, കോസ്മെറ്റോളജി ഒക്കെ പഠിച്ചു. അപ്പം ഞാൻ ഇലക്ട്രോളിക്സ് എക്യുപ്മെന്റ് എല്ലാം കൊണ്ടുവന്ന് എല്ലാവർക്കും ഇലക്ട്രോളിക്സ് ചെയ്ത് കൊടുത്തു. എല്ലാവരുടെ മുടി മാറ്റി കൊടുത്തു. അമ്മമാരും എന്തൊരു സന്തോഷമെന്നറിയേ, എൻ്റെ മോളെ കെട്ടിച്ചു വശുതി, എൻ്റെ മോളെ കെട്ടിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര അന്നത്തെ വലിയ ഒരു ഇൻസിഡന്റ് അത്. അതിലാണ് പെർമനന്റ് റിമൂവൽ അതൊക്കെ. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ രക്ഷപ്പെട്ടു പോയി പെണ്ണുങ്ങളൊക്കെ. പിന്നെ ഞാൻ ബ്യൂട്ടി സ്കൂൾ ഉണ്ടാക്കി. ഒരുപാട് പേര്, കുറെ പേരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു, കുറെ പേരെ ഫീസ് എടുത്ത് പഠിപ്പിച്ചു. എല്ലാവരും സെറ്റപ്പ് ചെയ്തു. അപ്പം ഞാൻ അന്ന് എടുത്ത പാവപ്പെട്ട പിള്ളേരൊക്കെ ഇപ്പോൾ യു വോണ്ട് ബിലീവ് അവരൊക്കെ സ്വന്തമായിട്ട് പാൽ സ്റ്റാർട്ട് ചെയ്തു.
സ്വന്തമായ ഫ്ലാറ്റ്, കാറ്, മക്കളെ പുറത്തുവിട്ട് പഠിപ്പിച്ച് എത്ര പേരെന്നറിയാമോ, എത്ര ഒന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് രക്ഷപ്പെട്ടു പോയി. അന്നത്തെ സിനിമാ താരങ്ങളൊക്കെ പരിചയമുള്ളവരായിരിക്കും ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ എറണാകുളത്ത്. പിന്നെ ശ്രീവിദ്യയും പിന്നെ ചെന്നൈയിലുള്ള എല്ലാവരും, സ്വാസിനി, ഐവി ശശിയുടെ നമ്മുടെ സീമ, ഇവരെല്ലാവരും വരുമായിരുന്നു. എല്ലാവരും വരുമായിരുന്നു. എല്ലാവരും. പിന്നെ നോർത്തിലാണെങ്കിൽ എല്ലാ ഫിലിം സ്റ്റാർസും, പിന്നെ സണ്ണി ദിയോള്, നിംബി കബാഡിയ, പിന്നെ ധർമ്മേന്ദ്ര, ഇവരെല്ലാവരും വരുമായിരുന്നു. എല്ലാവരും പിന്നെ മൈസൂർ വരുമായിരുന്നു. പക്ഷെ ഞാൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സന്തോഷം. ഒരു സാധാരണ ഒരു രോഗിയുടെ കൂടെ വന്ന ആളാണെന്ന് തോന്നുന്നു, ഒരു ലേഡി. അവര് ഇവിടെ വന്നിട്ട് എന്തോ ഒരു ഹെയർ പെട്ടെന്ന് ബന്ധപ്പെട്ട ഒരു സംഭവം ചെയ്യുന്നു. ആ സമയത്ത് തന്നെ അവര് ഫോൺ വരുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഹോസ്പിറ്റലിലെ ബില്ല് സെറ്റ് ചെയ്തുള്ളത് ഇവിടെ കഴിഞ്ഞു ഞാൻ പറഞ്ഞാണ്. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പ്രത്യേകിച്ച് ഡോക്ടറാണ്. ഇതെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധി അതെന്താണ് അതിന്റെ പ്രത്യേകത? അതിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം മേൻ തന്നെ പറയണം. പേഷ്യൻസിനെയും സഹായിക്കും, ബൈസ്റ്റാൻഡേഴ്സിനെയും സഹായിക്കും. പിന്നെ നഴ്സസ് ഓൾ വെൽ ഗ്രൂംഡ്. ഡോക്ടേഴ്സിന് OP ഭയങ്കര ബിസിയാണ്. ഡോക്ടേഴ്സ് അത് ഭയങ്കര ബിസിയാണ്. വലിയ നല്ല ടോപ്പ് ഡോക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ അവർക്കൊന്ന് ഹെയർ കട്ടിന് പോകാൻ ടൈമില്ല വീട്ടിൽ. അപ്പം OP കഴിഞ്ഞ് ഇവിടെ വന്ന് ഹെയർ കട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. ഒരു റിലാക്സേഷൻ ഫേഷ്യൽ പറ്റും. അവർ കൈയും കാലും വേണമെങ്കിൽ ഇവിടെ നിന്ന് മസാജ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ മനസ്സിലായി. കാല് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്തിട്ട് പോകാൻ പറ്റും. അതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. So beauty parlor is here full time for all these people, you know. So everybody is happy. എല്ലാം ഏറ്റവും പുതിയ മെഷീൻസ് ആണ് എല്ലാം. എല്ലാം ലേറ്റസ്റ്റ് മെഷീൻസ് ആണ്. പിന്നെ ഓൾ ദിസ് ഗൾഫിലെ ടോപ്പ് ആൾക്കാർ വരുന്നത്, വലിയ ആശുപത്രി വരുന്നത്, അവരതിൻ്റെ ബെഗ് ചെയ്യും, മേഡം ഇതുകൊണ്ടൊരു പാർലർ ഞങ്ങളുടെ കൺട്രി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പാർട്ട്ണറാകാം മേഡത്തിൻ്റെ എന്ന് പറഞ്ഞ് എത്ര പേര് ഓൾമോസ്റ്റ് എവറി ടൈം ഐ സീ ദം വിൽ റിക്വസ്റ്റ് ഇതുപോലെ തന്നെ പാർലർ അവർക്ക് ഗൾഫിൽ തുടങ്ങാൻ വേണ്ടി. പക്ഷെ അങ്ങനെ എനിക്ക് 10 കൈയും 10 കാലം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ. സാധാരണക്കാര് വിചാരിക്കും ഇങ്ങോട്ട് വന്ന ഭയങ്കര എമൗണ്ട് ആവും. ഇല്ലില്ല, ഇൻഫാക്ട് ഞാനത് വളരെ ഡിസ്കൗണ്ട് വെച്ചിരിക്കുന്നത്. കാരണം പേഷ്യൻസ് അല്ലേ, അത് മറ്റേ എൻ്റെ ഔട്ട്സൈഡ് പാർലേഴ്സ് ആർ കോസ്റ്റ്ലി, ദിസ് ഇസ് ലെസ്, യുനോ, അങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ മുഖത്തുള്ള കുരുക്കൾ വരിക ഇങ്ങനെയുള്ള സമയം ഇതിനൊക്കെ പ്രത്യേക എല്ലാം ട്രീറ്റ്മെന്റ് ഉണ്ട്. എല്ലാത്തിനും ട്രീറ്റ്മെന്റ് അതായത് ഡോക്ടർമാർ അല്ലെങ്കിൽ തന്നെയാണോ അതൊക്കെ നേരിട്ട്? അല്ല, ഡോക്ടർമാർക്ക് പോകേണ്ട കാര്യങ്ങൾ ചിലതുണ്ട്, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലതുണ്ട്. ഞങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഡോക്ടറെ തോന്നും. രണ്ട് ടൈപ്പാണ്. അങ്ങനെ സന്തോഷകരമായ അനുഭവം കിട്ടിയ അനുഭവം പറയാം. ആരെങ്കിലും ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് വന്ന് എത്രയോ പേരുടെ പിമ്പിൾസ് ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ പേരുടെ പിഗ്മെന്റേഷനുകൾ മാറ്റിയിട്ടുണ്ട്. എത്രയോ പേരുടെ മുടി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. എത്രയോ പേരുടെ മുടി വീഴ്ചകൾ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അത് റെഗുലർ ഫെയറാ. എവരിബഡി ഈസ് ഹാപ്പി, യുനോ. കരാമയിലും അൽബാരിയയിലും. പിന്നെ മറ്റു എവിടെയൊക്കെയാണ് നമുക്ക് സ്ഥാപനങ്ങളുള്ളത്? കാക്കനാട്, ഹർബൽ നഗർ, രണ്ടെണ്ണം, മെറൈൻ ഡ്രൈവ്, ആസ്റ്റമർ സിറ്റി, എടപ്പള്ളി എല്ലാം ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ഒരു റിട്ടയർഡ് ലൈഫ് ഉണ്ട് ലൈഫിൽ. എനിക്ക് റിട്ടയർഡ് ലൈഫില്ല. ഞാൻ മരിക്കുന്നത് വരെ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എനിക്ക് ക്ലോസപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മോളുണ്ട്, ഷീസ് ടേക്കിംഗ് കെയർ ഓൾസോ, യുനോ. എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ. നീന. അല്ലല്ല, അതെ അതെ. എനിക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടുന്നു. എനിക്ക് അവാർഡ്സ് ഒത്തിരി കിട്ടുന്നുണ്ട്. അതേസമയത്ത് എനിക്ക് ഡോക്ടറേറ്റ്, 2 ഡോക്ടറേറ്റ് ഉണ്ട്. ഒന്ന് ബ്യൂട്ടി ആൻഡ് വെൽനസ്, സോഷ്യൽ വെൽഫെയർ. ഞാൻ വന്നപ്പോൾ മുതലേ ഓർഫനേജ് അറ്റാച്ച്ഡാണ്. ഞാൻ അന്നത്തെ കാലത്ത് 40 വർഷം മുമ്പ് 40 വർഷം മുമ്പ് ഞാൻ ഓർഫനേജിൽ പോയി എൻ്റെ സ്റ്റാഫിനെ വിട്ടിട്ട് ഓർഫനേജ് കണ്ടപ്പോൾ സങ്കടം തോന്നി. പിള്ളേരുടെ മുടി വളർന്ന് തലയൊക്കെ പെയിനൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ സ്റ്റാഫിനെ എല്ലാ സൺഡേയും വിടും. അവരെ കൂടി പിള്ളേരുടെ മുടിയെല്ലാം ഫ്രീ ആയിട്ട് വിട്ട് കൊടുക്കാൻ. പിന്നെ ഞാൻ എൻ്റെ ഫുഡ് സ്റ്റാഫ് എല്ലാം കൊടുത്തയക്കും അവർക്ക്. അങ്ങനെ ഒത്തിരി ഓർഫനേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു എൻ്റെ സിസ്റ്റർ അമേരിക്കയിൽ വന്നിട്ട്, പുള്ളി ഡോക്ടറാണ്, അമേരിക്കയിൽ വന്നിട്ടുണ്ട്. ഇപ്പം അമേരിക്കയിൽ നിന്ന്. പുള്ളിക്ക് മക്കളൊന്നുമില്ല. സോ പുള്ളിയുടെ ഹോസ്പിറ്റലെല്ലാം വിറ്റു. $1 million വന്നിരിക്കുക ഇവിടെ ഒരു ഓർഫനേജ് തുടങ്ങാൻ വേണ്ടി. ഞാനും ജോയിൻ ചെയ്യുക. ഞങ്ങൾ രണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം ഓർഫനേജ്. ഇപ്പോൾ ഇനി മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മരുന്നവരുടെ ജോലി ചെയ്യുക, ചെയ്യുന്ന പണി പോലെ ചെയ്യുക. പിന്നെ എന്തെല്ലാം വന്നാലും നമ്മളത് അറിയാൻ വേണ്ടി എന്താ ജീവിച്ച് വരാൻ പോകുന്നു, അതെല്ലാം കൈകാര്യം ചെയ്യണം. പുതിയ തലമുറ കൊടുക്കാനുള്ള മെസ്സേജ് എന്താ? നമ്മൾ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം.
ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മളിത് ലൂസ് ചെയ്യരുത്. യുനോ യു ഹാവ് ടു വർക്ക് ഹാർഡ്. യുനോ ആൻഡ് എയിം വേണം ലൈഫിൽ. യുനോ വേസ്റ്റ് ചെയ്യരുത്, ടൈം വേസ്റ്റ് ചെയ്യരുത്. യൂട്ടിലൈസ് ഇറ്റ് പ്രോപ്പർലി. ഡോണ്ട് ഡു റോങ് തിങ്സ്, ഡു ദ റൈറ്റ് തിങ് ഇൻ ലൈഫ്. കേരളത്തിൽ ബിസിനസ് നടത്തുന്നത് വിദേശ രാജ്യത്ത് ബിസിനസ് നടത്തുന്നത് രണ്ട് തലത്തിൽ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? എല്ലാത്തിനും ഒരു ഗ്രോത്തിന് ഒരു എപ്പോഴും ഒരു ഹിൻഡ്രൻസ് വരും. പൊളിറ്റിക്കലായിട്ടുള്ള കുറെ ഹിൻഡ്രൻസ് ഒക്കെ വരും. ടാക്സ് മറ്റേത് ഇതൊക്കെ വരും. പുറത്ത് നിൽക്കുന്ന അത്രയും വരത്തില്ല. കുറച്ചുകൂടെ ഈസിയർ ടു ഡു ബിസിനസ് ഔട്ട് സൈഡ്. മൊത്തം എത്ര സ്റ്റാഫ്? 60-70 സ്റ്റാഫ്. അവരെല്ലാം ഹാപ്പിയാണ്? എല്ലാവരും ഹാപ്പി. എന്റെ അടുത്ത് 30-40 വർഷമുള്ള പിള്ളേരുണ്ട്. ഓക്കെ, സബലം യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, കാരണം ഇത് ഒരു ചുമ്മാ നമ്മൾ സംസാരിച്ചുകൊണ്ട് തീരില്ല. കാരണം ഞാൻ നേരത്തെ വന്നപ്പോ തന്നെ പറഞ്ഞു, വിനയത്തിന്റെ അവസാന വാക്കെന്നൊക്കെ പറയാം. ഓക്കെ, മേഡത്തിനെ പരിചയപ്പെട്ടതിൽ സബലം യാത്ര സന്തോഷിക്കുക. ഓക്കെ.